ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട എന്നും ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു എന്നുമുള്ള 2 വാചകങ്ങളിലൂന്നിയാണ് മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 15ാം അധ്യായം അവതരിപ്പിക്കുന്നത്. 1971 ജൂൺ 17 വാർ ഓൺ ഡ്രഗ്സ് എന്ന ടേം മാധ്യമങ്ങൾ പരക്കെ ഉപയോഗിച്ചു തുടങ്ങിയത്. ലഹരിക്കെതിരെയുള്ള യുദ്ധം എന്ന പദം. അമേരിക്കയെ മുച്ചൂട് നശിപ്പിക്കാൻ പോകുന്ന ഏറ്റവും ഒന്നാമത്തെ ശത്രു മയക്കുമരുന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനും എതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ പ്രസംഗത്തിൽ നിന്നാണ് ആ പദം മാധ്യമങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. I began the meeting by making this statement, which I think needs to be made to the nation. America's public enemy number 1 in the United States is drug abuse. In order to fight and defeat this enemy, it is necessary to wage a new all-out offensive. In order to defeat this enemy, which is causing such great concern, and correctly so to so many American families, fundamentally, it is essential for the American people to be alerted to this danger. അന്നു മുതൽ തുടങ്ങിയ പോരാട്ടം പക്ഷേ ഇന്നും അവസാനിച്ചിട്ടില്ല. അവസാനിക്കുമെന്ന് ആർക്കും പ്രതീക്ഷയുമില്ല. 2011 ജൂണിൽ ഗ്ലോബൽ കമ്മീഷൻ ഓൺ ഡ്രഗ് പോളിസി പുറത്തുവിട്ട ക്രിട്ടിക്കൽ റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ വാചകം എന്തെന്നോ, ദ ഗ്ലോബൽ വാർ ഓൺ ഡ്രഗ്സ് ഹാസ് ഫെയിൽഡ് വിത്ത് ഡിവാസ്റ്റേറ്റിംഗ് കോൺസിക്വൻസസ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റീസ് അറൌണ്ട് ദ വേൾഡ് എന്നാണ്. 2 കൊല്ലം മുമ്പ്, അതായത് 2023 UN ഹൈക്കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ട് ഇങ്ങനെ പറയുന്നു: Decades of punitive war on drugs strategies had failed to prevent an increasing range of quantity of substance from being produced and consumed എന്നായിരുന്നു. നോക്കൂ, ഭയപ്പെടേണ്ട, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് അധികാരികൾ പറഞ്ഞാലും അത് ഫലപ്രദമാകുന്നില്ല എന്ന് 1971 മുതൽ 2025 വരെയുള്ള ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ വിപത്ത് കൂടുന്നതല്ലാതെ കുറയുന്നുമില്ല. ഇപ്പോൾ നിക്സൺ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള അധികാരികൾ പലതവണ അവരുടെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നിയമസഭയിൽ നമ്മുടെ അധികാരികളും ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്: കുടുംബങ്ങളെയും സമൂഹത്തെയും ഇത് നശിപ്പിക്കുന്നു എന്ന്. ഡെക്കേഡ്സ് ഓഫ് പ്യൂണിറ്റീവ് വാർ ഓൺ ഡ്രഗ്സ് സ്ട്രാറ്റജീസ് ഹാഡ് ഫെയിൽഡ് എന്ന് റിപ്പോർട്ടുകൾ ആവർത്തിച്ചുകൊണ്ടേവരുന്നു. അത്രമേൽ പണം വരുന്ന വഴിയാണ് ഈ കച്ചവടം. വമ്പൻ ശൃംഖലയാണ് ഇതിന് പിന്നിൽ. ഇത് എഴുതുമ്പോൾ ഫിലിപ്പീൻസ് പ്രസിഡന്റായിരുന്ന റോഡ്രിഗോ ഡ്യൂറ്റർഡോ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിചാരണ കാത്തു കഴിയുകയാണ്. ഫിലിപ്പീൻസിലെ മയക്കുമരുന്ന് വ്യാപനം തടയാൻ കടുത്ത നടപടികളാണ് ഇദ്ദേഹം പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ സ്വീകരിച്ചത്. പക്ഷെ അതിന്റെ പേരിൽ 10,000-ഓളം പേരെ കൊന്നൊടുക്കി എന്നതാണ് കുറ്റം. CNN നൽകിയ അഭിമുഖത്തിൽ ഡിറ്റോട്ടോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: The Philippines seems to have so many problems. So why launch what is a brutal war on drugs? Because the sheer number of people contaminated will pull my country down. It will destroy the next generation of Filipinos. You know, we have 3 million, according to PDEA, 3 million drug addicts. Not counting mine, because it's still going on. So I said, if we do not interdict this problem, the next generation will be having a serious problem. And I announced that again, same. You destroy my country, I'll kill you. നോക്കൂ, മയക്കുമരുന്നിനെതിരെ വ്യാപക പ്രചരണവും ശിക്ഷാ നടപടികളും നമ്മുടെ നാട് സ്വീകരിക്കുന്നു എന്ന തോന്നലുളവാക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ നിന്നടക്കം ദിവസവും കോടികളുടെ കഞ്ചാവും MDMAയും പിടികൂടുന്ന വാർത്തകളും വരുന്നു. അതായത് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ പോലും ഭയപ്പെടണം എന്ന് തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറം കോട്ടക്കലിൽ നിന്നുള്ള വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇങ്ങനെയാണ് പ്രക്ഷേപണം ചെയ്തത്: മലപ്പുറം കോട്ടക്കലിലെ പെൺകുട്ടി നേരിട്ടത് അതിക്രൂര പീഡനം എന്നാണ് SHO വിനോദ് വലിയാറ്റൂർ പറഞ്ഞത്. ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി അടിമയാക്കിയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വെങ്ങര സ്വദേശിയായ യുവാവ് വർഷങ്ങളോളം പീഡിപ്പിച്ചത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുക, അങ്ങനെ അധികം സൗഹൃദം നടിച്ച ശേഷം, അടുത്ത പരിചയമായ ശേഷം പിന്നീട് ഫുഡ് കഴിക്കാനായി കുട്ടിയെ വിളിക്കുക. ആ ഫുഡിൽ കുട്ടി അറിയാതെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലർത്തി കൊടുക്കുക. അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുത്ത് അങ്ങനെ കുട്ടിയെ മറ്റ് ലൈംഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക. 23-കാരനായ അബ്ദുൾ ഗഫൂറിനെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തു.
ചെയ്തു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് ലൈംഗികമായി പീഡിപ്പിച്ചത്. അബ്ദുൾ ഗഫൂർ MDMA കേസിലും പ്രതിയാണ്. സൗഹൃദം നടിച്ച് അടുത്ത് പരിചയപ്പെട്ടതിന് ശേഷം ഫുഡ് കഴിക്കാനായി കുട്ടിയെ വിളിച്ചു. ആ ഫുഡിൽ കുട്ടി അറിയാതെ MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ് കലർത്തിക്കൊടുത്തു. അങ്ങനെ കുട്ടിയോട് അടുപ്പം സ്ഥാപിച്ച ശേഷം ഇത്തരം ഫുഡ് ഇടയ്ക്കിടെ നൽകി ലൈംഗിക കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയായിരുന്നു. പിന്നീട് വീട്ടുകാരുടെ ജാഗ്രതയോടെയുള്ള ഇടപെടലിനെ തുടർന്ന് മറ്റു ചികിത്സകൾക്ക് ശേഷമാണ് കുട്ടി താൻ അകപ്പെട്ടിരിക്കുന്നത് കെണിയിലാണ് എന്ന് മനസ്സിലാക്കുന്നതും പോലീസിന്റെ സഹായം തേടുന്നതും എന്ന് ഈ SHO പറയുന്നു. കേരള പോലീസിൽ ദീർഘകാലം നാർക്കോട്ടിക് സെല്ലിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ ഖാലിദ് പറയുന്നത് പ്രത്യേകിച്ചും കർണാടകയിൽ നിന്നടക്കം കോടികളുടെ MDMA പിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രക്ഷിതാക്കൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ്. ഇപ്പൊ ഈ മംഗലാപുരത്ത് ഇത്ര ബൾക്കായിട്ടൊന്നും MDMA സാധാരണ നിലയിൽ പിടിക്കാറില്ല. 37 കിലോ എന്ന് പറയുമ്പോൾ 75 കോടി രൂപ. കേരളത്തിൽ ഏകദേശം 25,000 കോടി രൂപയുടെ ലഹരിയാണ് എത്തുന്നത് എന്നാ പറയുന്നത് പുറത്തുനിന്ന്. അത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ പ്രായം ഏറെ ഭീതിതപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ മാതാപിതാക്കളും ഓരോ കുടുംബാംഗങ്ങളും എത്ര ജാഗ്രത പുലർത്തുന്നതും എന്നതിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളാണ് അത്തരം അറിവുകൾ. അതായത് ഏകദേശം ഈ ലഹരിയുടെ 60 to 70% മുതൽ 70% വരെ ഉപയോഗിക്കുന്നത് 9 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ്. സ്വാഭാവികമായും ഈ കുട്ടികൾ സ്കൂളിലായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ബുദ്ധിയുറക്കാത്ത, വിവേകമുറക്കാത്ത, വേണ്ടത്ര പക്വതയും പാകതയും വരാത്ത ഈ പ്രായത്തിൽ ഇവരെ ലഹരിക്ക് അടിമയാക്കുക എന്നതാണ് ലഹരിയുമായി ബന്ധപ്പെട്ട ആളുകൾ സർവ്വവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ടത്ര ജീവിതത്തെ സംബന്ധിച്ച് ഉൾക്കാഴ്ചയോടും ദീർഘവീക്ഷണത്തോടും കൂടി ചിന്തിക്കാൻ കഴിയാത്ത ഈ പ്രായത്തിൽ അവരെ ക്യാച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ, പാരന്റ്സ് യഥാർത്ഥത്തിൽ ആ മക്കളെ എന്തുമാത്രം ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ക്വാണ്ടിറ്റിയുടെ, ഈ വലിയ ഹ്യൂജായിട്ടുള്ള ഈ ലഹരിയുടെ 70% ഈ പറഞ്ഞ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ 70 to 90% ആ 20% ഉപയോഗിക്കുന്ന ആളുകൾ 15 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. സ്വാഭാവികമായ ഒരു കോളേജിലെ സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ സമീപകാലത്ത് കോളേജുകളുടെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡ് നമുക്കറിയാം. പ്രിൻസിപ്പലിൻ വിവരം നൽകിയതനുസരിച്ചാണ് കളമശ്ശേരിയിൽ അത് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സെർച്ച് ഓരോ കുടുംബത്തിലെ രക്ഷിതാക്കളും, ഞാനത് അടിവരയിട്ട് പറയാൻ കാരണം പലപ്പോഴും നിയമപാലകരെയും നിയമത്തെയും മാത്രം ഈ ഒരു വിഷയത്തിൽ ആശ്രയിക്കുന്ന ഒരു സമീപനം ഇനിയും അത്തരം കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നതിൽ യാതൊരു അർത്ഥമല്ല. കാരണം പ്രായോഗികമല്ല അത്. ഒരു 31 വർഷത്തെ പോലീസ് ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി നമുക്ക് ബന്ധപ്പെടേണ്ടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ മക്കൾക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഈ സങ്കടങ്ങളുടെ പെരുമഴയിൽ ഇങ്ങനെ ഹൃദയം നൊന്ത് നമ്മൾ ജീവിതം മടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് നമ്മൾ സഹായിക്കുന്ന ഒരിക്കലും നമ്മൾ വിചാരിക്കണം. നമ്മുടെ മക്കൾ നമുക്ക് പാകപ്പെട്ടവരായി മാറാൻ നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മൾ കൊടുക്കുന്ന ആഹാരം കഴിച്ച്, നമ്മൾ കൊടുക്കുന്ന വസ്ത്രം ധരിച്ച്, നമ്മളുടെ അധ്വാനത്തിന്റെ വിഹിതം കൊണ്ട് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ മക്കളാണെങ്കിൽ ആ മക്കളെ കൃത്യമായി അവരെ നിരീക്ഷിക്കാൻ, അവരെ അറിയാൻ ഉള്ള ബാധ്യത സത്യത്തിൽ ഇവിടുത്തെ ഓരോ രക്ഷിതാക്കൾക്കുമുണ്ട്. ഈ സ്പെഷ്യൽ ന്യൂസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ വാചകം ഭയപ്പെടേണ്ടത് സംഭവിച്ചു എന്നതാണ്. അത് പറയാൻ നമുക്ക് ഇടവരാതിരിക്കണമെങ്കിൽ ഇനിയും കൂടുതൽ ജാഗ്രതയോടെ ഇടപെട്ടേ മതിയാകൂ.